ഒരു പ്രൊഫഷനും ഒന്നിനേക്കാൾ ചെറുതോ വലുതോ ഒന്നുമല്ല എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പണി വരുന്ന വഴി. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രൊഫഷൻ എന്താണെന്ന് വെച്ചാൽ യോഗ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ യോഗ ട്രെയിനർ എന്നുള്ളൊരു പ്രൊഫഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്താണ് യോഗ ഇൻസ്ട്രക്ടർ, യോഗ ട്രെയിനർ എന്നുള്ള ഒരു പ്രൊഫഷൻ എന്ന്. സ്റ്റിൽ ഞാൻ അതിൻ്റെ ഒരു ജോബ് പ്രൊഫൈൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ യോഗ ക്ലാസ്സസ് എടുക്കാനും മെഡിറ്റേഷൻ, ഈ മെൻ്റൽ ഹെൽത്തിന്, ഫിസിക്കൽ ഹെൽത്തിന്, അതേപോലെ പല കാര്യങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 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 ടെക്നിക്കാണ് ഈ യോഗ എന്ന് പറയുന്നത്. അതിന് പ്രൊഫഷണലി ക്വാളിഫൈഡും ട്രെയിൻഡും ആയിട്ടുള്ള ആൾക്കാർ അത് പഠിപ്പിച്ച് അതൊരു പ്രൊഫഷനാക്കി ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ യോഗ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ പ്രൊഫഷണൽ യോഗ കോച്ച് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമ്മളുടെ ഫിസിക്കൽ വെൽബീങ്, മെൻ്റൽ വെൽബീങ് എല്ലാറ്റിനും കൂടിയിട്ട്. നമ്മളിതിൻ്റെ ഒരു ഓവറോൾ ഒരു ഗ്ലോബൽ നമ്പേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഇന്ത്യയിൽ മാത്രം 5 ലക്ഷത്തിന് മുകളിലാണ് യോഗ ഇൻസ്ട്രക്ടേഴ്സ് ഉള്ളത്. ഇത് സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടേഴ്സും ഉണ്ട്, അതല്ലാതെ ഈ ട്രഡീഷണലായിട്ട് ഇപ്പോൾ ഈ മോങ്സും അവരൊന്നും സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. ബട്ട് അവരൊരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ അവരെല്ലാവരും കൂട്ടിയിട്ട് ഏകദേശം 5 ലക്ഷം പ്ലസ് ആൾക്കാർ ഈ ഒരു പ്രൊഫഷൻ ഫോളോ ചെയ്യുന്നുണ്ടാണ് ഡാറ്റാസ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. ഇനി നമ്മൾ ഗ്ലോബലി വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ 10 ലക്ഷം ടു 20 ലക്ഷം ആൾക്കാരാണ് യോഗ ഇൻസ്ട്രക്ടേഴ്സായിട്ട് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ഒരു മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 200 hours ഓഫ് യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് ഉണ്ട്. YTT ഒരു സർട്ടിഫിക്കേഷനാണ്, യോഗ ഗ്ലോബൽ അലയൻസിൻ്റെ സർട്ടിഫിക്കേഷനാണ്. 200 മണിക്കൂർ നമ്മൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കണം. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലാണെന്നുണ്ടെങ്കിൽ 500 മണിക്കൂർ 500 hours ഓഫ് യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ്, അല്ലെങ്കിൽ അതിൻ്റെ സ്പെഷ്യലൈസേഷൻ കോഴ്സസ് ഉണ്ട്. ഏരിയൽ യോഗ അതേപോലുള്ള കുറച്ച് സ്പെഷ്യലൈസേഷൻ കോഴ്സസും ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ട്രെയിനിങ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയിട്ട് ഉണ്ട്. ബേസിക്കായിട്ട് 200 hours ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള റീജിയൻസ് ഫോക്കസ് ചെയ്ത്, റീജിയൻസ് ഉദ്ദേശിക്കുന്നത് യോഗയിൽ തന്നെ പല 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 സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഒരു 500 hours ഓഫ് ഈ YTT ട്രെയിനിങ് എടുത്താലാണ് ഇതിൻ്റെ അഡ്വാൻസ്ഡ് ലെവൽ കാര്യങ്ങളാവുക. ഇതിൻ്റെ ഒരു ട്രഡീഷണൽ പാത്തും കൂടിയും, അതായത് ഈ ട്രഡീഷണൽ പാത്ത് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞ പോലെ ഈ ഗുരു, മോങ്സ് അവരൊക്കെ ഈ യോഗ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ചെയ്തു വരുന്ന ആൾക്കാരും ഉണ്ട്. അതല്ലാതെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഞാൻ ഈ പറഞ്ഞ പോലെ 200 ബേസിക്കും 500 അഡ്വാൻസ് ലെവൽ എന്ന് പറയുന്ന രീതിയിലുള്ള ട്രെയിനിങ് കോഴ്സസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ബെസ്റ്റ് കോളേജ് ഈ യോഗ ഇൻസ്ട്രക്ടർ ആവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലും അതേപോലെ തന്നെ വേൾഡ് വൈഡും ഏറ്റവും ബെസ്റ്റ് കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് മൊറാജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ MDNIY ഡൽഹിയിലാണ്, ഒരു ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് കോഴ്സാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൈവല്യാദാം യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സയൻറ്റിഫിക് യോഗ റിസർച്ചിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവൈലബിൾ ആണ്. അതും അല്ല എന്നുണ്ടെങ്കിൽ ശിവാനന്ദ യോഗ അതല്ല എന്നുണ്ടെങ്കിൽ ശിവാനന്ദ യോഗ വെൻഡേജ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസിക്കൽ യോഗ ട്രെയിനിങ് പ്രോഗ്രാമും അവൈലബിൾ ആണ്. ഇതാണ് ഇന്ത്യയിൽ ഇതിന് യോഗ ഇൻസ്ട്രക്ടർ ആവാൻ വേണ്ടി പഠിക്കാൻ ഉള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സസ് ഓഫർ ചെയ്യുന്ന ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇനി നമ്മൾ വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃപാലു സെൻറ്റർ USA ഹോളിസ്റ്റിക് യോഗ ട്രെയിനിങ് പ്രോഗ്രാം അവർ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ബീഹാർ സ്കൂൾ ഓഫ് യോഗ ഇൻ്റർനാഷണൽ ബ്രാഞ്ചസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവർ ട്രഡീഷണൽ യോഗയുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ യോഗ വർക്ക്സ് USA UK ഉള്ള മോഡേൺ യോഗ ക്ലാസ്സസും ഇപ്പോൾ എല്ലാം മോഡേണൈസ്ഡ് ആണ്. ഒരു ട്രഡീഷണൽ വേ ഓഫ് യോഗ കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ ഉണ്ട്. അതിപ്പോൾ ഒന്നും കൂടി കൊമേഴ്ഷ്യൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന
കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഈ USA യിൽ UK യിലെ യോഗ വർക്ക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷനും ഡിഫിക്കൽട്ടി ലെവലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ 200 hours 1 to 3 months ഫുൾ ടൈം കോഴ്സാണ് അവൈലബിൾ. പിന്നെ ഇതിൻ്റെ അഡ്വാൻസ് ഞാൻ പറഞ്ഞ പോലെ 300 to 500 hours യോഗ ട്രെയിനിങ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ 6 months to 1 year ആണ് ഫുൾ ടൈം. ഇതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്. ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റിയും പിന്നെ അതേപോലെ പല ടെക്നിക്കലും മെൻ്റലി നമ്മൾ ഒരുപാട് പ്രിപ്പയർഡ് ആയിരിക്കണം. അല്ലെങ്കിൽ മെൻ്റലിയും കൂടി നമ്മൾ ഇതിനോട് ലെറ്റ്സ് ആ ഒരു സിങ്ക് വന്നാലേ നമുക്ക് ഈ ഒരു പ്രൊഫഷൻ പ്രോപ്പറായിട്ട് ഒരു 100% സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതല്ല, നമ്മളിതിലേക്ക് ആ യോഗ ഇഷ്ടപ്പെടണം. എന്നാൽ മാത്രമേ എനിക്ക് തോന്നുന്നു ഒരു പ്രൊഫഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂ. സോ ഡിഫിക്കൽട്ടി ലെവൽ ആസ് ഐ ടോൾഡ് യു മോഡറേറ്റ് ആണ്. പിന്നെ ഈ യോഗ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫഷൻ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇന്ത്യ യോഗയുടെ ബർത്ത് പ്ലേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് വെരി 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 പോപ്പുലർ ഇൻ ഇന്ത്യ. USA യിൽ ഭയങ്കര പോപ്പുലറാണ്. ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസും പിന്നെ അതേപോലെ വലിയ വലിയ ആൾക്കാരും യോഗ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് അവരുടെ ലൈഫ് സ്റ്റൈലാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് USA യിൽ ഇറ്റ് ഈസ് വെരി 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 ഹൈലി ഇൻ ഡിമാൻഡ്. പിന്നെ യൂറോപ്പിൽ ജർമ്മനി UK യിലൊക്കെ വെൽനസ് ട്രീറ്റ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെ ആയിട്ട് ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയയിലും UAE യിലും ഒരുപാട് യോഗ സ്റ്റുഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് 4 of the ബിഗ്ഗസ്റ്റ് കൺട്രീസ് എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള യോഗ ട്രെയിനിങ്ങിന് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള 4 കൺട്രീസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി നമുക്കൊരു ആവറേജ് സാലറി സ്കെയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഒരു ബിഗിനർക്ക് ഒരു 2 to 5 lakhs per annum എന്നുള്ള രീതിയിൽ നമുക്കിതിൽ ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു യോഗ ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ 6 lakhs to 15 lakhs ഏൺ ചെയ്യാൻ പറ്റും. പ്ലസ് ഇതല്ലാതെ ഈ സെലിബ്രിറ്റീസിനും അവർക്കൊക്കെ പേഴ്സണലൈസ്ഡ് യോഗ ട്രെയിനേഴ്സും കോച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു സെലിബ്രിറ്റീനെ കോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ഊഹിക്കാമല്ലോ. സോ ഈ ഒരു സ്കെയിലിലും മുകളിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. സെലിബ്രിറ്റി ഇൻസ്ട്രക്ടേഴ്സിന് 20 lakhs പ്ലസ് ആണ് അപ്രോക്സിമേറ്റ് ഒരു കണക്ക് ഇതിൽ വരുന്നത്. ഇനി അബ്രോഡ് USA യിൽ UK യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ആയിക്കോട്ടെ, ബിഗിനേഴ്സിനും പിന്നെ ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ആൾക്കാർ 22 lakhs to 52 lakhs per annum അക്കോർഡിംഗ് ടു യുവർ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് യോഗ ഇൻസ്ട്രക്ടർ. ഇനി UAE യിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ 15 lakhs to 30 lakhs വരെ നമുക്ക് പെർ ഇയർ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ഇത്. ഇനി ഇതിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ഷെഡ്യൂളാണ്. നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഒരു 9 to 5 ജോബ് പോലെ ഉള്ള ഒരു സംഭവമല്ല, നമ്മൾ ഫിക്സ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഒരു ടൈം. സോ ടൈം ഫ്ലെക്സിബിലിറ്റി ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്ലോബൽ ഡിമാൻഡ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാണ്. ആസ് യു നോ, ഓരോ കൊല്ലത്തെ യോഗ ഡേ, ഇൻ്റർനാഷണൽ യോഗ ഡേ, ഇറ്റ്സ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. അപ്പോൾ ഒരു ഗ്ലോബൽ റെക്കഗ്നിഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് ഇതിൻ്റെ സ്കോപ്പ് ഗ്ലോബലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഭയങ്കര എക്സ്പേർട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പല രാജ്യങ്ങളിലേക്ക് ഇൻവൈറ്റ് ചെയ്യും ക്ലാസ്സസ് എടുക്കാനും യോഗ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനൊക്കെ. സോ ഒരു ഗ്ലോബൽ പൊട്ടൻഷ്യൽ അവിടെ ഓപ്പൺ അപ്പ് ആവുകയാണ്. ഇനി ഇതിലെ കുറച്ച് ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ഹൈ കോമ്പറ്റീഷനാണ് വെൻ ഇറ്റ് കംസ് ടു urban ഏരിയയിലാണ് ഇത് കൂടുതൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ ആൾക്കാർ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഇത്തിരി കൂടുതലാണെന്നാണ് പറയുന്നത്. പിന്നെ ഇൻകം ഇൻസ്റ്റെബിലിറ്റി ആണ് ഇതിൻ്റെ വേറൊരു ഇത്. വി കാൺട്ട് പ്രോമിസ് അല്ലെങ്കിൽ വി കാൺട്ട് ഗ്യാരണ്ടി ദാറ്റ് നിങ്ങൾക്ക് ഇത്ര കിട്ടിയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ഏൺ ചെയ്യും എന്നുള്ളത്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ സ്കിൽ. എങ്ങനെയാണോ നിങ്ങൾ ഒരു മോർ ഓഫ് പേഴ്സണൽ ബ്രാൻഡിങ് കൂടി ഇതിന് ആവശ്യമാണ്. കാരണം നിങ്ങൾ നല്ലൊരു ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ ത്രൂ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് അത് ആൾക്കാർ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻകം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻകം ഇൻസ്റ്റെബിലിറ്റിയുടെ ഒരു ഇഷ്യൂ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ സ്കോപ്പ് എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ യോഗ ട്രെയിനിങ് ക്ലാസ്സസ് പ്ലാറ്റ്ഫോംസൊക്കെ ഒരുപാട് ഗ്രോ ചെയ്യുന്ന ഒരു ടൈമാണ്. സോ ഇറ്റ് ഈസ് വെരി വെരി പ്രോമിസിങ് പ്രൊഫഷൻ. പിന്നെ യോഗ തെറപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിനിക്കൽ സ്റ്റഡീസ്, ക്ലിനിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്.
മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടും ക്രോണിക് പെയിൻസിന് വേണ്ടിയിട്ടൊക്കെ നടക്കുന്നുണ്ട്. സോ ഒരു മെഡിക്കൽ റിലേറ്റഡ് കൂടിയാണ്. സോ മെഡിക്കൽ ഫീൽഡിൻ്റെ ഒരു ഡിമാൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് കീപ്സ് ഓൺ ഗ്രോയിങ്. സോ അത് ഒരു നല്ല പോസിറ്റീവ് സംഭവമാണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ് എന്ന് പറയുന്നതിനൊരു കാരണമാണ് ഈ പറഞ്ഞ പോലെ തെറപ്പീസും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗ യൂസ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ്. അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു യോഗ സ്റ്റുഡിയോയിലോ കാര്യങ്ങളിലോ പോയി വർക്ക് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഒരു ഓൺലൈൻ ക്ലാസ്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ വേൾഡിൽ എവിടെ വേണമെങ്കിൽ ഇരുന്നിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഒരു സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു യോഗ ഇൻസ്ട്രക്ടർക്ക് സ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അനാട്ടമി അതേപോലെ സൈക്കോളജി ഒക്കെ പഠിച്ചാൽ അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അത് ഇഞ്ചുറീസിനെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ ഒരുപാട് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ യു. ഒരു സ്കിൽ അപ്ഗ്രേഡ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ. പിന്നെ ആയുർവേദിക് അല്ലെങ്കിൽ മെഡിറ്റേഷൻസിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഫോർ ഹോളിസ്റ്റിക് കോച്ചിങ്ങിനൊക്കെ ആ ഒരു സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എടുത്താൽ അത് നിങ്ങളുടെ സി വിക്ക് ഒരു വെയിറ്റേജും പ്ലസ് നിങ്ങളൊരു പ്രൊഫഷണൽ ട്രെയിനറാണെന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻസ്ട്രക്ടേഴ്സ് ഉള്ളപ്പോൾ ഇതേപോലെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പീപ്പിൾ മൈറ്റ് കം ലുക്കിംഗ് ഫോർ യു. അപ്പോൾ അതൊരു സ്കിൽ അപ്ഗ്രേഡിൻ്റെ ഒരു പോസിബിലിറ്റി കൂടിയാണ്. സോ ഐ തിങ്ക് ഇത് ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഒരുപാട് ഒന്നുകൂടി കൊമേഴ്ഷ്യലൈസ് ആയി ഒരു പ്രൊഫഷൻ, ഒന്നുകൂടി ഗ്ലാമറസ് ആയി. ബിക്കോസ് സെലിബ്രിറ്റീസ്, ഓൺടർപ്രണേഴ്സ് എല്ലാ വലിയ ആൾക്കാരൊക്കെ ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങി. സോ ഇതിൻ്റെ ഡിമാൻഡ് കൂടി. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പേഴ്സണലി ചെയ്ത് നോക്കിയിട്ടില്ല, ബട്ട് എനിക്ക് അറിയാവുന്ന ആൾക്കാർ ചെയ്തിട്ട് ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ് എന്ന് പറഞ്ഞു. സോ ഒരു പ്രോമിസിങ് ഫ്യൂച്ചറാണ്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും യോഗ ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും ഇനി ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ആൾക്കാർ അറിയേണ്ട കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പ്ലീസ് കമൻറ്റ്, കമ്മ്യൂണിക്കേറ്റ്, which will be very helpful for the people who are watching it right now. So that's it. Almost എല്ലാ ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ ഞാൻ പറയാത്ത എന്തോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് feel free to share it. Okay? So until next time, see ya.